ഒടുവിൽ 15 നാഴികയും പൂയവും ആയില്യവും ചേരുന്ന 2 നക്ഷത്രം അടങ്ങുന്നതാണ് കർക്കടക രാശി. ഈ രാശിക്കാർക്ക് കുറച്ച് കാലഘട്ടങ്ങളായിട്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ദുരിതങ്ങളും കടബാധ്യതകളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും കേസും വഴക്കും രോഗവും സമൂഹത്തിൽ ച്യുതി സംഭവിക്കുകയും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് ഈ വിഷു സംഗമം ഒരു പുതിയ ഉണർവുണ്ടാവുന്നു. വിദ്യാർത്ഥികൾക്ക് അല്പം അലസത വെടിഞ്ഞ് മാർക്കുകൾ കൂടിക്കിട്ടാൻ, പരീക്ഷ വിജയം ഉണ്ടാവാൻ, പഠിക്കുന്നത് കോൺസെൻട്രേഷൻ കിട്ടാൻ, മെമ്മറി പവർ ആൻഡ് മെഡിറ്റേഷൻ ഇതെല്ലാം ഉണ്ടായി കിട്ടുകയും ശാരീരിക ക്ഷീണങ്ങളെ അവഗണിച്ചുകൊണ്ട് പഠിത്തത്തിന് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും നല്ല മാർഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. ലക്ഷ്യത്തിലേക്കുള്ള വിദ്യാഭ്യാസം നടപടിയിൽ വരും. ഉദ്യോഗാർത്ഥികൾക്ക് ചെറുതെങ്കിലും ഉദ്യോഗം ലഭിക്കും. പിന്നീടത് സ്ഥിരമാകും. ശമ്പള വർധനവും വരും. ഉദ്യോഗത്തിലും മറ്റു സർവീസിലും ഇരിക്കുന്നവർക്ക് അധികാരികളുടെ പ്രീതിയുണ്ടാവും. സർവീസിലെ ന്യൂനതകൾ മാറിക്കിട്ടും. ഒരു പ്രമോഷൻ സാധ്യത അടുത്ത് മാടി വിളിക്കുന്നുണ്ട്. ഈ രാശിയിൽപ്പെട്ട കുടുംബിനികൾക്ക് ഭർത്താവിനെയും പുത്രനെയും പുത്രിയെയും അല്ലെങ്കിൽ മക്കളെയും ഭർത്താവിനെയും സംബന്ധിച്ചുണ്ടായിരുന്ന പരാതികളും പരിഭവങ്ങളും എല്ലാം മാറി ഒരു പുതുജീവൻ സ്ത്രീകൾക്ക് അല്ലെ ഒരു പുതിയ ഉണർവ്, ഒരു മനസ്സന്തോഷം കുടുംബിനികൾക്കുണ്ടാവാനുള്ള സാധ്യതയും മക്കളിൽ ആർക്കെങ്കിലും ഒരു ഉപജീവന മാർഗം, ഭർത്താവിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സങ്കട നിവൃത്തി ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കർക്കിടക രാശിക്കാർക്കുണ്ട്. കർക്കിടകം, ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ കലണ്ടറിലോ ഡയറിയിലോ മാർക്ക് ചെയ്യുക. വീഴ്ചപതനങ്ങൾ, അതുപോലെ തന്നെ വാക്കേറ്റങ്ങൾ, മനസ്സിൽ ക്ഷമ നശിക്കുന്ന സന്ദർഭങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടകഷ്ടങ്ങൾ, തൊഴിൽ ബുദ്ധിമുട്ടുകൾ, ബിസിനസ് നഷ്ടങ്ങൾ, അധികാരികളുടെ അപ്രീതി, സഹപ്രവർത്തകരുടെ നീരസം, കുടുംബത്തിലും തൊഴിൽ മേഖലയിലും സമൂഹത്തിലും അശാന്തി. എന്നാൽ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, രോഹിണി, മകയിരം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ തൊഴിൽപരമായ സന്തോഷം, സാമ്പത്തിക പുഷ്ടി, ബിസിനസ്സുകാർക്ക് ബിസിനസ് അഭിവൃദ്ധി, കലാകായിക രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് സുവർണ അവസരങ്ങൾ വരിക. സമൂഹത്തിലെ വർഷങ്ങളായി ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്താനും സഹായം ലഭിക്കുവാനും ചങ്ങാത്തം കൂടുവാനും പറ്റിയ ഒരു സുവർണാവസരം ഈ ദിവസങ്ങളിൽ വന്നു ചേരും. സാമ്പത്തികപരവും തൊഴിൽപരവും കുടുംബപരവും ഭരണപരവും നിർമ്മാണപരവും സൃഷ്ടിപരവും മംഗളകരവുമായ ഭാഗ്യങ്ങൾ കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർത അവസാനം 15 നാഴിക പൂയമായില്യ നക്ഷത്രക്കാർക്ക് ഈ 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് കൃത്യവും പഠനമനുസരിച്ചുള്ള ജോലി കിട്ടിയില്ലെങ്കിലും തടയപ്പെടില്ല, ജോലി ലഭ്യമാകും. ബിസിനസ്സുകാർക്ക് അല്പം കൂടി അഭിവൃദ്ധി ഉണ്ടാവും. ഈ രാശിയിൽപ്പെട്ടവർക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധികൾ തുലനം ചെയ്യുവാനായി ശിവങ്കൽ ജലധാര നടത്തുന്നത് നന്നായിരിക്കും. കൂവളമാല, അതുപോലെ തന്നെ ഭഗവത് സേവ, ത്രികാല പൂജ മുതലായ കർമ്മങ്ങൾ ജ്യോതിഷ പ്രതിവിധിയായി വിശ്വസിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ജലധാര എന്ന് പറഞ്ഞാൽ ഒരു 5-8 ദിവസമെങ്കിലും പേരും നക്ഷത്രവും ചേർത്ത് പഞ്ചബ്രഹ്മം എന്ന മന്ത്രങ്ങൾ കൊണ്ട് ജലധാര നടത്തിക്കഴിഞ്ഞാൽ ശിവന് ശിരസ് തണുക്കുകയും കഴിഞ്ഞ കുറേ 5-8 വർഷമായി ഉണ്ടായിരുന്ന മനോദുരിതം, സാമ്പത്തിക ദുരിതം, തൊഴിൽ ദുരിതം, ക്ലേശം, രോഗം, ദാരിദ്ര്യം, ശത്രുവർദ്ധനവ് ഇത്യാദികൾ മാറി ഒരു പുതിയ അന്തരീക്ഷം, ഒരു ഉണർവ്, ആയുരാരോഗ്യക്ഷേമം എന്നിവ ഉണ്ടാവാൻ വളരെ അനുകൂലമാണ്.